This news is brought to you by ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയ കുടുംബസംഗമവും ബയോ മൗണ്ടൈൻ വാരാഘോഷവും സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ചടങ്ങിൽ ഇടവക വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ബയോ മൗണ്ടൈൻ വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം മോൺസിഞ്ഞോർ ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ പാലാക്കുഴി നിർവഹിച്ചു. കർഷകരുടെ ക്ഷേമം മുൻനിർത്തിയാണ് ബയോ മൗണ്ടൈൻ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില നൽകി ശേഖരിക്കുകയും അവ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. മായവും വിഷവുമില്ലാത്ത ശുദ്ധമായ കറി പൗഡറുകൾ, മസാലപ്പൊടികൾ, പുട്ട്, പാലപ്പം, ഇഡ്ഡലി എന്നിവയ്ക്കുള്ള പൊടികൾ വിപണിയിലെത്തിച്ച് മികച്ച സേവനമാണ് ബയോ മൗണ്ടൈൻ നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ എബിൻ മാങ്കുഴി, ഈവന്റ് കോർഡിനേറ്റർ ഷിൻഡോ കൈപ്പനാനിക്കൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് ഡോക്ടർ അലക്സ് ജോർജ് കാവുകാട്ട് നേതൃത്വം നൽകി. ഇന്ന് നമ്മുടെ സാറിൻ്റെ ക്ലാസ് അതുകൊണ്ടാണ് നമ്മുടെ കുടുംബ സംഗമമായിട്ട് ഇതിനെ മാറ്റിയെടുത്ത് ക്രമീകരിച്ച് ചെറുപുഴ ഇടവകയിലെ കുടുംബത്തെ കൂടുതൽ കൃപയിലും സന്തോഷത്തിലും സമാധാനത്തിലും സ്നേഹത്തിലും ഐശ്വര്യത്തിലും രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളത് സഭയുടെ ഒരു കടമയാണ്, ദൈവിക പദ്ധതിയാണ് എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായും നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹ നിമിഷത്തെ ഓർത്ത് പകരാൻ നമുക്ക് നന്ദി പറയാം. ഒരു സാമ്പത്തിക ഭദ്രത നമ്മുടെ മലയോര കർഷകർക്ക് ലഭ്യമാക്കി കൊടുക്കുകയാണ് അവരോട് ചെയ്യുക. ഇങ്ങനെ അഭിമുഖിതാവ് ചിന്തിക്കുവാൻ കാരണമെന്താ? നമ്മുടെ കർഷകർ, നമ്മുടെ അതിലുള്ള കർഷകർ സമ്പന്നമാണ്. ഈ സമ്പന്നമായ കർഷക മക്കൾ അവർ ഉത്പാദിപ്പിക്കുന്ന മൂല്യങ്ങൾക്ക് വിലയില്ലാത്ത അവസ്ഥയിൽ നിരാശരായി മാറി. അവർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആർക്കും വേണമെന്നായി. വന്യമൃഗങ്ങളുടെ അതിപ്രസരത്താൽ ഉൽപ്പന്നങ്ങളൊക്കെയും നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നു. സാമ്പത്തികമായി അടിക്കടി മുന്നോട്ട് പോയി എന്നാൽ അതൊരു ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ മലയോര മേഖലയിലെ കർഷകരെ സംരക്ഷിക്കുകയെന്ന ഏക വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് കർഷകരുടെ ഒരു കൂട്ടായ്മയായി ഇത് കമ്പനിയായിട്ട് അതിന്റെ നിയമങ്ങൾക്കനുസരിച്ച് 8,000-ൽ പരം ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കേരളത്തിലെ നമ്പർ 1 കമ്പനിയാണ് എന്ന ബയോ മൗണ്ടൈൻ കമ്പനി. അതിന് കേരള ഗവൺമെന്റിനെ അംഗീകരിച്ച് കേരള അഗ്രോ ബ്രാഞ്ച് ഇതിന് നൽകുകയുണ്ടായി. ഈസിയായിട്ട് ടേസ്റ്റ് ഉണ്ടാക്കാവുന്ന ഇതാണ് ഇഡ്ഡലിയുടെ പൊടി. ഇവയൊക്കെ ബയോ മൗണ്ടൈൻ വിപണി ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സാധാരണ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി അവയെ മൂല്യവത്ത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ എത്തിക്കുകയാണ് ചെയ്യുക. അതിലൂടെ കർഷകർക്ക് എന്താ ലഭിക്കുക? അവർക്ക് സാമ്പത്തിക ഭദ്രത, നേട്ടം ലഭിക്കുന്നു. വാഴക്കരയ്ക്ക് കിലോയ്ക്ക് 25 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ബയോമൺ കമ്പനി 30 രൂപയ്ക്ക് എടുക്കുന്നു. എടുക്കുന്നത് മാത്രമല്ല, അതിനെ മൂല്യവത്ത ഉൽപ്പന്നങ്ങളാക്കി മായം കലരാത്ത ഭക്ഷ്യവസ്തുക്കളാക്കി വിപണിയിൽ നൽകുകയാണ്. ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൈകൊണ്ടാണോ? ബയോമൺ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൈകൊണ്ടാണോ? കൈകാട്ടി പോകുന്നു. 300 പേരുണ്ട്. നല്ല ശുഭ ലക്ഷണമാണ്. ഇവിടെ എന്താണ് ഈ ബയോമോൺ അഥവാ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി? തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ കർഷകരുടെ സമഗ്രമായ വികസനം, അവരുടെ സാമ്പത്തിക ഭദ്രത, കർഷക സമൂഹവും സമസ്ത മനുഷ്യ മനസ്സുകളും മായമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്തുക. ഇതിനുവേണ്ടി എന്താണ് ചെയ്യുക? കർഷകർക്ക് നല്ല വിളവ് ലഭിക്കുന്ന വിത്ത് വിതരണം ചെയ്യുന്നു. ഈ വർഷം നമ്മൾ 20 ടണ്ണോളം മഞ്ഞൾ, ഇഞ്ചി, കപ്പ, വ്യത്യസ്ത വിത്തുകൾ വിതരണം ചെയ്തു. അത് ഏതെങ്കിലും ഒന്നുകൂടെ കിട്ടിയവരുടെ കൈ കൊടുക്കണം.
ക്രമീകരണമൊക്കെയാണ് ബയോമോഹൻ ചെയ്യുക. നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ വിപണിയിൽ കിട്ടുന്നതിനേക്കാൾ നല്ല വിലയിൽ ബയോമോഹൻ കമ്പനി അത് ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്ത് എന്താ ചെയ്യുക? അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക. ഇതിനോടകം 13 നമ്മളെല്ലാവരും നിത്യേന ഉപയോഗിക്കുന്ന കറി പൗഡറുകൾ, ഇറച്ചി മസാല, ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള ഈ 13 കൂട്ടം സ്പൈസസ് കറി പൗഡറുകൾ വിപണിയിലിറക്കി. ശുദ്ധമായ ചായപ്പൊടി നമ്മൾ ബയോമോഹന്റെ വിപണിയിലിറക്കി. ഇപ്പോൾ പുട്ട്, വ്യത്യസ്ത പദാർത്ഥങ്ങളുള്ള പുട്ട്, പുട്ട്, അരിപ്പൊടിയുള്ള പുട്ട്, പുട്ടുപൊടി, കപ്പയുടെ പുട്ടുപൊടി, ബീറ്റ്റൂട്ടിന്റെ പുട്ടുപൊടി, ക്യാരറ്റ് പുട്ടുപൊടി, ഇങ്ങനെ വ്യത്യസ്തമായ പുട്ടുപൊടികൾ നമ്മൾ വിപണിയിൽ ഇറക്കി. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.